ഹലോ കൂട്ടുകാരെ, ഞാൻ കുഞ്ഞൻ. എന്റെ കഥാലോകത്തേക്ക് സ്വാഗതം. കഥകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ കൂട്ടുകൂടണേ. നമുക്കിനി കഥ കേട്ടാലോ? ഒരിടത്തൊരിടത്ത് ലില്ലി എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അച്ഛനോടും അമ്മയോടും ഒപ്പമാണ് ലില്ലിക്കുട്ടി താമസിച്ചിരുന്നത്. ലില്ലി വലിയ കുസൃതിക്കാരിയായിരുന്നു, നിങ്ങളെപ്പോലെ തന്നെ. ലില്ലിയുടെ വീടിനോട് ചേർന്ന് ഒരു വലിയ പൂന്തോട്ടമുണ്ടായിരുന്നു. കൂട്ടുകാർക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമല്ലേ? നിങ്ങളെപ്പോലെ തന്നെ അവൾക്ക് എന്നും വൈകുന്നേരം തന്റെ പൂന്തോട്ടത്തിൽ വന്നിരുന്ന് തന്റെ ഡ്രോയിംഗ് ബുക്കിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു വൈകുന്നേരം ലില്ലി തന്റെ പൂന്തോട്ടത്തിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ തന്റെ അടുത്തൊരു കുഞ്ഞൻ ഉറുമ്പിനെ കണ്ടത്. ഉറുമ്പിനെ കണ്ട ലില്ലിക്കൊരു കുസൃതി തോന്നി. അവൾ തന്റെ കയ്യിലിരുന്ന കളർ കുപ്പിയുടെ അടപ്പെടുത്ത് ഉറുമ്പിന്റെ മുകളിൽ വച്ചു. പാവം കുഞ്ഞിനുറുമ്പ്. പെട്ടെന്ന് ചുറ്റും ഇരുട്ടായപ്പോൾ അവൻ പേടിച്ചുപോയി. ലില്ലിയാകട്ടെ തന്റെ പടം വരയിൽ തുടർന്നു. അപ്പോഴാണ് അമ്മ ലില്ലിയെ വൈകുന്നേരത്തെ കാപ്പിയും പലഹാരവും കഴിക്കാനായി വിളിച്ചത്. അമ്മ വിളിച്ചത് കേട്ട ലില്ലി പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടി. അവൾ നമ്മുടെ പാവം കുഞ്ഞനുറുമ്പിന്റെ കാര്യം മറന്നുപോയി. അന്ന് രാത്രി വലിയ ഇടിവെട്ടും മഴയും ഉണ്ടായിരുന്നു. ലില്ലി ആ തണുപ്പത്ത് സുഖമായി മൂടി പുതച്ച് കിടന്നുറങ്ങി. കൂട്ടുകാർക്ക് ഇടിവെട്ടുമ്പോൾ പേടിയാകാറുണ്ടോ? നമ്മുടെ കുഞ്ഞിനുറുമ്പിനെ ഇടിവെട്ടുന്നത് കേൾക്കുന്നതൊക്കെ വലിയ പേടിയായിരുന്നു. പാവം കുഞ്ഞിനുറുമ്പ് ഇടിവെട്ടുന്നതിന്റെ ശബ്ദമെല്ലാം കേട്ട് പേടിച്ച് വിറച്ച് ആ അടപ്പിന്റെ അടിയിലിരുന്നു. പിറ്റേന്ന് രാവിലെ ആകാശം തെളിഞ്ഞു. ലില്ലി ഉറക്കത്തിൽ നിന്ന് കണ്ണു തിരുമ്മി എഴുന്നേൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇന്നലെ താനൊരു ഉറുമ്പിനെ മൂടിവെച്ച കാര്യം ഓർമ്മ വന്നത്. അവൾ ഓടി പൂന്തോട്ടത്തിലെത്തി ഇന്നലെ വച്ച അടപ്പ് പൊക്കി നോക്കി. അതിനടിയിൽ കുഞ്ഞനുറുമ്പ് അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട ലില്ലിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ കുസൃതി കാരണം ഒരു ഉറുമ്പ് ചത്തുപോയല്ലോ എന്നോർത്ത് അവൾക്ക് കരച്ചിൽ വന്നു. "നീ എന്തിനാ അങ്ങനെ ചെയ്തത്?" ശബ്ദം കേട്ട് നോക്കിയ ലില്ലി തന്റെ അടുത്തേക്ക് വരുന്ന അച്ഛനെ കണ്ടു. അവൾ അച്ഛനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, "ഞാൻ തമാശയ്ക്ക് ചെയ്തതോ അച്ഛാ. അമ്മ വിളിച്ചപ്പോൾ ഞാനും അവന്റെ കാര്യം മറന്നുപോയി." അച്ഛൻ ലില്ലിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, "സാരമില്ല, അടുക്കളയിൽ പോയി കുറച്ച് തേനും പഞ്ചസാരയും എടുത്തുകൊണ്ടുവാ." അച്ഛൻ പറഞ്ഞത് കേട്ട ലില്ലി ഒറ്റയോട്ടത്തിന് കയ്യിൽ കുറച്ച് തേനും പഞ്ചസാരയുമായി ഓടി വന്നു. അച്ഛൻ അതിൽ നിന്ന് ഒരു തുള്ളിയെടുത്ത് കുഞ്ഞിന്റെ ദേഹത്തിറ്റിച്ചു. പഞ്ചസാര തരികൾ അവന്റെ അടുത്ത് വിതറി. ലില്ലിയുടെ കണ്ണുകൾ വിടർന്നു. കുഞ്ഞനുറുമ്പ് പയ്യെ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ഓടിപ്പോയി. അത് കണ്ട് അച്ഛൻ പറഞ്ഞു, "അവൻ എങ്ങോട്ടാ പോയതെന്നറിയാമോ ലില്ലിക്കുട്ടിക്ക്?" അവൾ ഇല്ലാന്ന് തലയാട്ടി. "എന്നാൽ കുറച്ചു സമയം ഇവിടെ തന്നെ നിൽക്ക്," അച്ഛൻ പറഞ്ഞു. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞിനുറുമ്പും കുറച്ച് കൂട്ടുകാരും വരിവരിയായി വരുന്നത് കണ്ടു. അവരുടെ അടുത്തെത്തിയപ്പോൾ ഒന്ന് സംശയിച്ച് നിന്നിട്ട് കുഞ്ഞിനും കൂട്ടുകാരും പഞ്ചസാര തരികളുടെ അടുത്തേക്ക് ചെന്ന് ഓരോ തരികൾ തലയിലെടുത്ത് വരിവരിയായി തിരിച്ചു പോകുന്നത് ലില്ലി കണ്ടു. "വാ, ഇവരെങ്ങോട്ടാ പോകുന്നതെന്ന് കാണിച്ചു തരാം." കുഞ്ഞിനെയും കൂട്ടുകാരെയും പിന്തുടർന്ന് ലില്ലിയും അച്ഛനും കണ്ടത് പൂന്തോട്ടത്തിലെ മാവിന്റെ ചുവട്ടിൽ ഒരു വലിയ ഉറുമ്പിന്റെ കൊട്ടാരമായിരുന്നു. "ഉറുമ്പുകൾക്ക് ഇത്രയും വലിയ വീടൊക്കെ ഉണ്ടോ?" ലില്ലി അതിശയത്തോടെ ചോദിച്ചു. "വലിയ വീട് മാത്രമല്ല, ഇത്തിരി കുഞ്ഞന്മാരായ ഇവരുടെ മനസ്സും വലുതാ. കണ്ടില്ലേ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും തനിക്ക് കിട്ടിയ ഭക്ഷണം വീട്ടിലെത്തിച്ച് എല്ലാവർക്കും കഴിക്കാൻ അവൻ തന്റെ കൂട്ടുകാരെ കൂട്ടിവന്നത്. നമ്മളും ഇങ്ങനെ ആയിരിക്കണം. ആരെയും ഉപദ്രവിക്കാതെ നമുക്ക് പറ്റുന്ന നന്മകൾ എല്ലാവർക്കും ചെയ്യണം. മനസ്സിലായോ?" അച്ഛൻ പറഞ്ഞത് കേട്ട് ലില്ലി മനസ്സിലായി എന്ന് തലയാട്ടി. ഇനി ഒരിക്കലും താൻ ആരെയും ഉപദ്രവിക്കില്ല എന്നും എല്ലാവരെയും സഹായിക്കുമെന്നും മനസ്സിൽ ഉറപ്പിച്ച് അച്ഛനോടൊപ്പം വീട്ടിലേക്ക് ലില്ലി നടന്നു. ലില്ലി തീരുമാനിച്ച പോലെ കൂട്ടുകാരും ഇനി ആരെയും ഉപദ്രവിക്കാതെ സഹായിക്കില്ലേ? സഹായിക്കുമെന്ന് എനിക്കറിയാം. പുതിയ കഥകളുമായി ഇനിയും വരാൻ എന്നെയും സഹായിക്കണേ. എങ്ങനെയാണെന്നോ? അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്